Hi guys, good morning. Welcome back to my YouTube channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എ സ്മോൾ ഗ്ലിംസ് ഓഫ് മീ, ജസ്റ്റ് എ സിമ്പിൾ റിയൽ പാർട്ട് ഓഫ് മൈ ഡേ. ഐ ഹോപ്പ് യു വിൽ എൻജോയ് ഇറ്റ്. അങ്ങനെ രാവിലെ ഞാൻ എണ്ണീറ്റു, പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷായി. എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, സോ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ഞാൻ ബാൽക്കണിയിലോട്ട് പോയി. ഇങ്ങനെ ബാൽക്കണിയിൽ ഞാൻ കുറച്ച് നേരം നിന്നു. നല്ല തണുപ്പുണ്ട് ഗൈസ്, നമുക്ക് അകത്തോട്ട് പോകാം. കിച്ചണിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് ഗൈസ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഫുഡ് ആലു പറാത്തയാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് ആലു പറാത്ത ഉണ്ടാക്കുന്നത്. സോ ആ 2 ദിവസം ഞാൻ മാഗി ആയിരിക്കും ഉണ്ടാക്കി കഴിക്കുക. അതുകൊണ്ട് ഞാൻ വെളിയിൽ പോയി മാഗിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ചിലപ്പോൾ ഞാൻ വെറൈറ്റിക്ക് വേണ്ടി വെളിയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കും. ഇനി നമുക്ക് മാഗി ഉണ്ടാക്കാം. കെറ്റിലിൽ മാഗി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മാഗി റെഡിയായി ഗൈസ്. എന്നാൽ പിന്നെ ഞാൻ പോയി കഴിക്കട്ടെ. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു. ഇന്നെനിക്ക് വീക്ക് ഓഫാണ്. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ ഞാനത് എഡിറ്റ് ചെയ്യുമായിരുന്നു. എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ദീദി വന്നായിരുന്നു. എനിക്ക് ഹിന്ദി ആൾക്കാരൊക്കെ പറയുമ്പം മനസ്സിലാവും, പക്ഷേ എനിക്ക് തിരിച്ച് പറയാൻ എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. പക്ഷേ ഈ ദീദി പറയുന്നത് എനിക്ക് ഒരു കുന്തം മനസ്സിലാവാറില്ല. ഭയങ്കര കട്ടിയുള്ള ഹിന്ദിയാന്ന് തോന്നും. എനിക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ വലിയതായിട്ട് സംസാരിക്കാൻ പോകത്തില്ല. അല്ലാതെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചേനെ. ഇനി വീക്ക് ഓഫ് ആയതുകൊണ്ട് ഇന്ന് വെളിയിൽ പോയി ഒന്ന് കറങ്ങിച്ച് വരാമെന്ന് വെച്ചു. അതുകൊണ്ട് ഞാൻ റിക്ഷ കയറി ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. കണ്ടില്ലേ ഡൽഹിയിലെ വഴിയോരങ്ങൾ. ദുആ കാണുന്ന ഒരു പാർക്കാണ്. ഞാൻ എപ്പോഴും പോകാറുള്ളൊരു പാർക്കാണ്. അങ്ങനെ നാട് നീളെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് ഞാൻ PGയിൽ തിരിച്ചു വന്നു. പുതിയതെന്തെങ്കിലും കണ്ടാൽ പിന്നെ അത് കഴിക്കാതൊരു സമാധാനമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് വിശന്നപ്പോൾ ഞാൻ ഈ മഖാന കഴിച്ചു. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാം. സോ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെടുമോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. എന്തോ അച്ചാറി ഫ്ലേവർ ആയിരുന്നത്. രാത്രി 8 മണിയാകുമ്പോഴേ ഫുഡ് കിട്ടത്തുള്ളൂ. ഇതായിരുന്നു ഇന്നത്തെ രാത്രിയിലെ ഫുഡ്. എല്ലാ ദിവസവും റൈസും റൊട്ടിയും ഉണ്ട്. ഞാൻ റൊട്ടിയും കൂട്ടാനും മാത്രമേ എടുത്തുള്ളൂ. സോ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഡേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കിടക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.